നമസ്കാരം. തൃക്കാക്കരയിലാണ് ഇന്നുള്ളത്. കൊച്ചി കോർപ്പറേഷൻ ചൂടേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, കോൺഗ്രസ് ഏറെക്കാലം കയ്യിൽ വെച്ച ഭരണമാണ്. അവിടെ നിന്ന് CPM അത് പിടിച്ചു വാങ്ങി എന്ന് പറയുന്ന നിലയ്ക്ക് നമുക്കറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും കൊച്ചി മുതലാണ് കോൺഗ്രസ് വലിയ ആത്മവിശ്വാസവും മണ്ഡലങ്ങളും ഒക്കെ കിട്ടിത്തുടങ്ങുന്നത്. അവിടെയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് പോലും അന്താളിച്ചു പോകുന്ന തരത്തിൽ CPM ഒരു വലിയ അറ്റാക്ക് നടത്തിയത്. ഇത്തവണ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ തദ്ദേശ പോരാട്ടം, എങ്ങനെയായിരിക്കും കൊച്ചി കോർപ്പറേഷൻ അടക്കം നടക്കുക എന്നുള്ളത് വലിയ ആകാംക്ഷയുള്ള കാര്യമാണ്. നമ്മളോടൊപ്പം പാനലിസ്റ്റുകൾ ശ്രീ വസന്ത് സിരേഖ് തെങ്ങുംപള്ളി കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM-ൽ നിന്ന്, ശ്രീമതി പ്രിയ പ്രകാശ് BJP-യിൽ നിന്ന്, നമ്മളോടൊപ്പം തൃക്കാക്കരയിൽ നിന്നുള്ള നാട്ടുകാരും തത്സമയം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. വസന്ത്, എന്താണ് പ്രതീക്ഷ? നിങ്ങൾക്ക് തുടരാൻ കഴിയുമോ ഇവിടെ? അല്ല, അങ്ങ് പറഞ്ഞതുപോലെ തൃക്കാക്കരയിൽ ഞങ്ങൾ തുടരും. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ കൊച്ചി കോർപ്പറേഷൻ ഉണ്ടല്ലോ, അവിടെ മടിച്ചാണ് വികസനം നടക്കുന്നതെന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി 4 തവണയാണ് പറഞ്ഞത്. വള്ളമിറക്കി തരണോ ഹൈക്കോടതിയുടെ മുറ്റത്ത് നിന്ന് എന്ന് ഹൈക്കോടതി ചോദിക്കുന്ന അവസ്ഥ കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായപ്പോഴാണ് തൊട്ടപ്പുറത്ത് തൃക്കാക്കര നഗരസഭയിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വികസനത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ അജണ്ടയോടുകൂടി മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നത് ഇവിടുത്തെ വികസനം തന്നെ അതിന് തെളിവായി മാറിയിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷൻ്റെ അഴിമതിയെപ്പറ്റി പഠിക്കാൻ വേണ്ടി അമിക്കസ് ക്യൂറിയെ വെക്കേണ്ടി വന്നു കേരളത്തിൻ്റെ ഹൈക്കോടതിക്ക്. ബ്രഹ്മപുരം അടക്കമുള്ളത് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ടല്ലോ അല്ലേ? കേരളത്തിന്റെ പരിഹരിക്കേണ്ട വിഷയമായിരുന്നു അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അടക്ക് ഞങ്ങൾ നല്ലപോലെ നടത്തിയല്ലോ എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്താ കാര്യമുള്ളത്? എന്നാൽ ഞങ്ങളുടെ ഒരു കോർപ്പറേഷൻ കൗൺസിലർ ദീപ്തി മേരി വർഗീസ് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ എങ്ങനെയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കേണ്ടത് എന്ന് നിങ്ങളുടെ അടക്കം മുമ്പിലേക്ക് മാതൃകയായി വെച്ച് കാണിച്ചില്ലേ? ഏത് ഈ ബ്രഹ്മപുരത്തിന്റെ വിഷയമുണ്ടായി 8 മാസത്തിനുള്ളിൽ. അപ്പോൾ ഇത് കോർപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നില്ല. പക്ഷേ കോർപ്പറേഷൻ അത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്ത ഈ പറയുന്ന എഗ്രിമെന്റുകളുടെ പുറത്ത്, കൊടുത്ത ടെൻഡറുകളുടെ പുറത്ത് അവസാനം കൂട്ടിയിട്ട് കത്തിച്ച് പാവപ്പെട്ട കൊച്ചിക്കാരെ മുഴുവൻ പുകയിൽ ഏർപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, അരുൺകുമാർ നോക്കൂ, കൂട്ടിയിട്ട് കത്തിച്ച് ആ ബ്രഹ്മപുരം, ഇപ്പോഴത്തെ ബ്രഹ്മപുരം എന്താണ് എന്ന് നിങ്ങൾ കാണൂ എന്നാണ് തദ്ദേശ വകുപ്പ് മന്ത്രി അടക്കം ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്താണ്? ബ്രഹ്മപുരത്ത് കുറച്ച് ദൂരമുള്ളൂ, സമയമുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. പകൽ പോലെ തന്നെയാണ് രാത്രിയും. അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പാകത്തിന് നല്ല പുൽത്തകടിയാണ്. പണ്ട് ആ കത്തിയ സ്ഥലമൊന്നും അവിടെ ഇല്ല. വളരെ മനോഹരമായി നമ്മൾ അതിജീവിച്ചിരിക്കുകയാണ്. ആ ഒരു മോഡൽ അതിൽ വസന്ത് ചോദിച്ചത് മരിച്ചു കഴിഞ്ഞ അടക്ക് ഗംഭീരമാക്കിയാൽ മതിയാവും എന്നാണ്. അതായത് ഈ 5 വർഷത്തെ മാലിന്യം ആയിരുന്നില്ല. ഞാൻ പറയാം, ഈ 5 വർഷത്തെ മാലിന്യം അല്ലല്ലോ, അതിന് മുമ്പ് ഒരു 10 വർഷം ഉണ്ടായിരുന്നു. UDF ഭരിച്ച് കുട്ടിച്ചോറാക്കി ആ 10 വർഷത്തെ മാലിന്യമാണ് അവിടെ കിടന്ന് കത്തിയത് 2 വർഷം മുമ്പാ. ഇത് ഈ കോർപ്പറേഷൻ, ഞാൻ പറയാം, ഈ നഗരസഭ തൃക്കാക്കര, തൊട്ടപ്പുറത്തെ കളമശ്ശേരി, ഇതെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇവരുടെ എല്ലാം മാലിന്യം പേറിക്കൊണ്ടിരുന്നത് ഈ ബ്രഹ്മപുര എൻ്റെ മണ്ഡലം കൂടിയാണ്, അതിർത്തി അപ്പുറത്താണ്, മണ്ഡലത്തിലാണ് ഇത് കൊണ്ടുപോയി നിക്ഷേപിക്കാറ്. ഈ ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിച്ച് ക്രിക്കറ്റ് കളിക്കാൻ, ഫുട്ബോൾ കളിക്കാൻ പാകത്തിന് വളരെ മനോഹരമാക്കി ഇനിയും മുന്നോട്ട് പോകേണ്ട പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പ്രശ്നവും ശാശ്വതമായി പരിഹരിച്ചു. 2 ഒറ്റ കാര്യോടി, പട്ടിണിയില്ലാത്ത കൊച്ചി, 10 രൂപയ്ക്ക് സമൃദ്ധിയുടെ ഊണ്. ഒരാൾ പോലും പട്ടിണിയില്ല ഈ നഗരത്തിലേക്ക് വന്നാൽ. ഷീ ലോഡ്ജ്, ഒരു പെൺകുട്ടി അർദ്ധരാത്രി വന്ന് ഈ നഗരത്തിൽ ഇറങ്ങിയാൽ അവർക്ക് സുരക്ഷിതമായി താമസിക്കാം. കൊച്ചി നഗരത്തിൽ കോർപ്പറേഷന് തന്നെ. അതുപോലെ തന്നെ തുരുത്തി, നമ്മളറിയാം, ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറച്ച ഡൽഹിയും ഉത്തർപ്രദേശും നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെ ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറക്കിയല്ല, ഫ്ളാറ്റ് നിർമ്മിച്ച് ഏറ്റവും തെരുവീതിയിൽ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും താമസിക്കാനുള്ള സൗകര്യമൊരുക്കി. അതുകൊണ്ട് പട്ടിണി നിർമ്മാർജ്ജനം ചെയ്തു, ദാരിദ്ര്യമില്ല. അതുപോലെ സ്ത്രീ സുരക്ഷ, അതുപോലെ എല്ലാവർക്കും ഫ്ളാറ്റ്, കുടിവെള്ള പദ്ധതി, അങ്ങനെ വികസനത്തിൽ നിന്നും വികസനത്തിലേക്ക് കൊച്ചി കുതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൊച്ചി ഞങ്ങൾ ഏറ്റവും ഗംഭീരമായി നിലനിർത്തും. ശരി, പ്രിയപ്രകാശ് എണ്ണി പറയുകയാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഈ വികസനം എല്ലാം നടത്തുമ്പോൾ ഇത്രയധികം ആത്മവിശ്വാസത്തോടെ അവര് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ BJPക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ നമ്മൾ ഇവിടെ ബ്രഹ്മപുരത്തെ കുറിച്ച് പറയുമ്പോൾ ടോണി ചമ്മണിയുടെ കാലഘട്ടത്തിലും ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് M അനിൽകുമാറിന്റെ കാലഘട്ടത്തിലും ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ബ്രഹ്മപുരത്തിന്റെ ശാശ്വത പരിഹാരം എങ്ങനെയാണ് നടപ്പിലാക്കിയത്? നമ്മൾ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും, നമ്മൾക്കറിയാം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലും നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടറിന്റെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. കാരണം SBM പദ്ധതിയിൽ 39 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇന്ന് ഭൂമി ഗ്രീൻ്റെ അവിടെ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നത്. നമ്മുടെ CBG പ്ലാന്റ്, നമ്മൾക്കറിയാം, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തറക്കല്ലിട്ട പദ്ധതിയാണ് ബ്രഹ്മപുരത്തെ CBG പ്ലാൻ പദ്ധതി. അപ്പോൾ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി പോകുന്ന ഒരു നഗരസഭയാണ് കൊച്ചി നഗരസഭ. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് അരുൺകുമാർ പറഞ്ഞ പോലെ തുരുത്തി കോളനി നമുക്കറിയാം, 2015-14 കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് തുരുത്തി കോളനി.
ഈ തുരുത്തി കോളനി യാഥാർത്ഥ്യമായത് എന്നാണ് മാധു? ഈ 2025 യാഥാർത്ഥ്യമായത്. എവിടെയാണ് തുരുത്തി കോളനി? എന്തുകൊണ്ട് ഇത് യാഥാർത്ഥ്യമായി? CSML പദ്ധതി 50% കേന്ദ്ര സർക്കാർ വിഹിതം കൊടുക്കുന്ന ഈ CSML പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഈ തുരുത്തി കോളനി യാഥാർത്ഥ്യമായത്. മറ്റേ 50% സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ. അത് ഞാൻ പറയാം. ഇന്ന് വരെ കൊച്ചി നഗരസഭയുടെ 79 കോടി ഇന്ന് വരെ കൈമാറാൻ കൊച്ചി നഗരസഭ കഴിഞ്ഞിട്ടില്ല. അത്രയും ഗതികെട്ടൊരു സാഹചര്യമുണ്ടോ? കേന്ദ്രം എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ കൊച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ? ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുകയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന കൊച്ചിയുടെ ഒരു പ്രദേശമാണ് തൃക്കാക്കര. ഈ തൃക്കാക്കരയിൽ മാലിന്യ സംസ്കരണ പരിപാടി ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഈ കളക്ട്രേറ്റിൻ്റെ തൊട്ട് മുമ്പിൽ 1999 കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ മാറ്റാതെ കണ്ട് ഇപ്പോഴും അവിടെ തന്നെ തുടരാനായിട്ട് രണ്ടു കൂട്ടരും LDFും UDF ആയിട്ട് യാതൊരു മാറ്റവും തൃക്കാക്കരയിലെ ജനങ്ങൾക്കില്ല. രണ്ടു കൂട്ടരും ഭരിച്ച് ഇത് മുച്ചൂടും നശിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. നിങ്ങൾ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കിയതിൽ അവകാശവാദങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോഴും അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് തൃക്കാക്കര മണ്ഡലം, ഇതിനു മുമ്പ് തൃപ്പൂണിത്തറ മണ്ഡലം, അവിടെ മുഴുവൻ K ബാബു ആയിരുന്നു 10-25 കൊല്ലം MLA. അത് കഴിഞ്ഞ് ഇവിടെ ബെന്നി ബെഹനാൻ കോൺഗ്രസ് MLA. അത് കഴിഞ്ഞ് PT തോമസ് MLA. അത് കഴിഞ്ഞ് ഉമാ തോമസ്. കോൺഗ്രസ് മാത്രമേ നിയമസഭാ മണ്ഡലം എന്ന രൂപത്തിൽ ഭരിച്ചിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ 5 കൊല്ലമായി ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കിയത് കോൺഗ്രസാ. അതുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറയട്ടെ. മാലിന്യ സംസ്കരണം തദ്ദേശ ഭരണത്തിന് ഭരിച്ചവരാദ്യം പറയട്ടെ, അത് കഴിഞ്ഞ് പറയാം. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭ അതിന് പ്രത്യേകം ഒരു പ്ലാന്റിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയിട്ട് തന്നെയുണ്ട്. പക്ഷെ കോടതിയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കേസുമായി പോവുകയും അവർ നടത്തിയ ഒരു കേസ് നിലവിൽ നിൽക്കുകയാണ്. അത് പരിഹാരം കണ്ടെത്തിയാൽ ഉടൻ തന്നെ അവിടെ പുതിയൊരു മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് പരിഹരിക്കാൻ പറ്റാത്തത്. അല്ലല്ല, ഇവിടത്തെ മാലിന്യം മുഴുവൻ കൊണ്ടുപോയി ബ്രഹ്മപുരത്ത് ആരും കാണാത്ത തട്ടലായിരുന്നു ഇവിടുത്തെ ഈ നഗരസഭയുടെ പരിപാടി. ഇപ്പൊ ബ്രഹ്മപുരത്തിന്റെ വിഷയം കത്തലും വന്നപ്പോ കൊച്ചിയുടെ മാലിന്യം മാത്രമേ അവിടെ പറ്റൂ. കൊച്ചി നഗരസഭ പണം കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. അതുകൊണ്ട് ആ പ്രശ്നത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ കോടതിയും ഗവൺമെന്റും കളക്ടറും എല്ലാം നടത്തിയപ്പോൾ ഇവിടുത്തെ മാലിന്യം എവിടെ കൊണ്ടുപോയി സംസ്കരിക്കണമെന്ന് ആർക്കും അറിയാത്തൊരു സ്ഥിതിയിലേക്ക് ഈ നഗരസഭ പോയി. പലതും കള്ള ബില്ലും 12 വിജിലൻസ് കേസും കേസുകളുടെ മേൽ കേസും ഓണത്തിന് നഗരസഭയിലെ അംഗങ്ങൾക്ക് വരെ അഴിമതി പണം കൊടുത്തതിന്റെ കേസും ഒക്കെയായി ഇവിടെ അഴിമതിയുടെ കേന്ദ്രമായിട്ട് കോൺഗ്രസ് മാറ്റി. ഇത് വളരെ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. മാലിന്യ പ്രശ്നം മുഴുവൻ കേന്ദ്ര പദ്ധതി കൊണ്ടാണ് എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ ഒരു അവകാശവാദം. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ നടക്കാത്തത്? ഇവിടെ നടക്കാത്തത് അഴിമതിയുള്ളതുകൊണ്ട് തന്നെ. കാരണം കേന്ദ്രം പൈസ കൊടുത്താലും അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നത് അതാത് കൗൺസിലാണ്. ഈ കൗൺസിൽ ഒന്നും BJP ഭരിച്ചിട്ടില്ല. അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെയും ആളുകൾ അവർക്ക് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആളുകൾ മാറി തുടങ്ങി. അവർക്ക് വികസനം എന്തെന്ന് അവർ അറിഞ്ഞു തുടങ്ങി. ഇന്ന് മാധു നോക്കുമ്പോൾ കേരളത്തിലൊട്ടാകെ ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. BJPയിലൂടെ ഒരു വികസനം, ആ BJPയിലുള്ള വിശ്വാസ്യത, ഇതെല്ലാം ആളുകൾക്ക് കൂടി തുടങ്ങി മാധു. ഇന്ന് BJPയുടെ 2 മുനിസിപ്പാലിറ്റികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം പാലക്കാടും പന്തളവും. ഇതെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ മാലിന്യ സംസ്കരണം അടക്കം. ഞാൻ പറയാലോ, ഈ പാലക്കാട് ഏറ്റവും നല്ല മാലിന്യ സംസ്കരണ പദ്ധതിക്കാണ് ഇപ്പൊ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ BJP പ്രതിനിധി പറഞ്ഞ വാചകത്തോട് ഞാൻ യോജിക്കുക. ഒറ്റ വാചകം, ആളുകൾ മാറി തുടങ്ങി, വികസനം എന്തെന്ന് നാട് അറിഞ്ഞു തുടങ്ങി. 100% അതിനെ പിന്താങ്ങുക. അതായത് ഒരു സംരംഭക വർഷം പ്രഖ്യാപിച്ചിട്ട് 3 വർഷം കൊണ്ട് കൃത്യമായി 3,53,000 സംരംഭങ്ങൾ ഈ കേരളത്തിൽ നടപ്പായി. അതായത് ഒരു വർഷം 1,17,000 സംരംഭം, ഒരു മാസം 9,806 സംരംഭം, ഒരു ദിവസം 322 സംരംഭം, ഒരു മണിക്കൂറിൽ 14 സംരംഭം ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് കേരളം മാറി തുടങ്ങി. ഒരു വർഷം കിഫ്ബി മുഖേന 10,000 കോടി രൂപയുടെ മൊത്തം 5 വർഷം കൊണ്ട് 90,000 കോടി കഴിഞ്ഞു. അതുകൊണ്ട് ആ വാചകത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കേന്ദ്ര ഫണ്ട് സംഭവിച്ചു എന്താ? 100 രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുമ്പോൾ 26 രൂപ നികുതിയായിട്ട് തിരിച്ചു തരും സംസ്ഥാന ഫണ്ട്. എന്നാൽ ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും 100 രൂപ പിരിച്ചുകൊണ്ടുപോയാൽ 15 രൂപ കൂടെ എക്സ്ട്രാ ഇട്ട് 115 രൂപ തിരിച്ചു കൊടുക്കും. ആ 26 രൂപയെന്നായി കണക്ക് പറയണേ. ഡോക്ടർ ജോർജ് ജോസഫ് തൃക്കാക്കരയുടെ മുൻ സ്ഥാനാർത്ഥിയാണ്, പറയൂ. എനിക്ക് അഡ്വക്കേറ്റ് വസന്തിനോട് ചോദിക്കാനുള്ളത്, കൊച്ചി കോർപ്പറേഷന് എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പദ്ധതികൾ, നമുക്ക് കാണാൻ പറ്റുന്നത്, തൊടാൻ പറ്റുന്ന രീതിയിലുള്ള വികസന പദ്ധതികളുണ്ട്. അഡ്വക്കേറ്റ് അരുൺ പറഞ്ഞു, അത് ഷീലോഡ്ജ് ആയിക്കോട്ടെ, സമൃദ്ധി ആയിക്കോട്ടെ, തുരുത്തി ആയിക്കോട്ടെ, കനാൽ റിജർവേഷൻ ആയിക്കോട്ടെ, അങ്ങനെ ധാരാളം പദ്ധതികൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികൾ. എന്നാൽ ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയോട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയുടെ പേര് നിങ്ങൾ ഒറ്റ പദ്ധതി മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ലൈഫ് പദ്ധതിയെ കുറിച്ച് പറയാം. ലൈഫ് പദ്ധതി തുരുത്തിയിൽ ഭവനം പണിതല്ലോ, 360ഓളം ഫ്ലാറ്റുകൾ പണിതു. ഇവിടെ ലൈഫ് പദ്ധതിയിൽ എത്ര വീടുകൾ പണിത് ഞാൻ പറഞ്ഞു തരട്ടെ? 0.
അപേക്ഷകൾ എത്രയാണെന്ന് പറയാം? 0. എത്ര അപേക്ഷയുടെ പറയട്ടെ? 380 അപേക്ഷകൾ. എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? അത് എന്ത് ചോദിച്ചു നോക്കാം, അവിടെ അതാ ചോദ്യം എന്നോട് ചോദിക്കണം. എന്തുകൊണ്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അപേക്ഷകൾ ഉണ്ടായിട്ടും ഒരു ലൈഫ് പദ്ധതി ഒരു വീട് പോലും പണിതാത്തത്? അതെന്താ വസന്ത് അങ്ങനെ നാട്ടുകാരുടെ ആവശ്യത്തോട് മുഖം അല്ല, ഒന്ന് തിരിച്ചുകൊണ്ടാണ്? ജോ ജോസഫും അരുൺകുമാറും പറയുന്ന നേരത്തെ ഒരുപാട് അഴിമതികളുടെ കഥ പറഞ്ഞു. ഈ 5 വർഷക്കാലം ഏതായാലും ഇവർ രണ്ടും ഇത് അറിഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ LDF-കാരൊന്നും അറിഞ്ഞിട്ടില്ല. നഗരസഭയുടെ മുമ്പിൽ ഒരു സമരവും ആയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചല്ലോ, ഇവിടെ ക്ഷയരോഗമില്ലാത്ത ആദ്യത്തെ നഗരസഭയായി ഇവരുടെ സർക്കാർ അംഗീകരിച്ചത് തൃക്കാക്കരയാണ്. അത് ഞങ്ങളുടെ ഒരു വിഷയം ചോദിക്കുമ്പോൾ വേറൊരു വിഷയം മറുപടിയല്ല പറയേണ്ടത്. ആരോഗ്യവകുപ്പിന്റെ നേട്ടാ കേരളത്തിന്റെ. താങ്കൾ പറ, ഒരു വീട് കാണിച്ചു തരാമോ? ഒരു വീട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഒരു വീട് കാണിച്ചു തന്നാൽ ഞാൻ ഈ പണി നിർത്തി. ഞാൻ നിർത്തി. ഒരു വീട് 133 വീടാ ഒരു ദിവസം കേരളത്തിൽ ലൈഫ് പദ്ധതി പണിയുന്നത്. ഒരു ദിവസം 133. ഇവിടെ ഒരു വീട് കാണിച്ചാൽ ഒരു വീട്. ലൈഫ് മിഷൻ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വസന്ത്. അത് പറ. ജോ ജോസഫ് ആ ലൈഫ് മിഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അങ്ങ് അതിനെ കുറിച്ച് മിണ്ടിയേയില്ല. ഇപ്പൊ ഇവർക്ക് നഗരസഭയുടെ മാലിന്യത്തിൽ അഴിമതി നടത്താൻ ഈ ഭൂരിപക്ഷം വെച്ചിട്ട് ഇവർ നടത്തുന്നില്ലേ? അതായത് ഈ ബൈക്കിന്റെ നമ്പർ ഉപയോഗിച്ചിട്ടാണ് തൃക്കാക്കരയിൽ ഒരു ഓഡിറ്റിൽ കണ്ടെത്തിയതാണ്. എന്താ ബൈക്കിൽ 100 കിലോ മാലിന്യം നീക്കം ചെയ്തു. അത് ഓഡിറ്റിൽ കണ്ടെത്തിയതാണ്. അങ്ങനെ കഴിയുന്ന ആൾക്കാർ 380 അപേക്ഷയാണ് ലൈഫിൽ കെട്ടിക്കിടക്കുന്നത്. ഒരു വീട് വെച്ചു കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അത് ഗുരുതരമായ ആരോപണമാണ്. കാര്യം അതില് പ്രതിപക്ഷ നേതാവ് തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോ പറഞ്ഞൊരു വാചക, LDF ഗവൺമെന്റ് വെറും 4,70,000 വീടേ ലൈഫ് പദ്ധതിയിലെ കൊടുത്തുള്ളൂ. 5 വർഷം കൊണ്ടേ വെറും 4,70,000. അതായത് ഒരു ദിവസം 133 വീട് കേരളത്തിൽ കൊടുത്തു LDF സർക്കാർ. പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചു. പക്ഷേ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുത്തില്ല എന്ന് കോൺഗ്രസ് പ്രതിനിധി അംഗീകരിച്ചിരിക്കുന്നു. തൃക്കാക്കര നഗരസഭയിൽ 119 വീടുകൾക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കൊടുക്കേണ്ടുള്ളൂ. അവർ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തെയും ഫണ്ട് വരാതെ കുറച്ച് അപേക്ഷകൾ പെൻഡിംഗ് ഉണ്ട് എന്നുള്ള സത്യമാണെന്ന് വെച്ചാൽ 119 വീടുകൾക്ക് ഓൾറെഡി കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഫണ്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് സംസ്ഥാനത്തിന് ഫണ്ട് വന്നിട്ടില്ല. ഇവർ ഈ പറഞ്ഞ തെളിവുണ്ടാ? നിങ്ങൾ വെറുതെ ഇല്ലാത്ത നുണ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറയും. അരുൺകുമാർ പറഞ്ഞു, അരുൺകുമാർ 1 മണിക്കൂറിൽ 14 സംരംഭം എന്ന് പറയാം. അതിന്റെ തട്ടിപ്പ് എന്താണെന്ന് അറിയട്ടെ? അതിന് മറുപടി പറയാം. നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടിക്കട തുടങ്ങുമ്പോൾ ലൈസൻസിന് അപേക്ഷിക്കുന്നവരെ സംസ്ഥാന സർക്കാരിന്റെ സംരംഭക ലിസ്റ്റിൽ പെടുകയാണ്. ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞു 119 വീടുകൾക്ക് പണം കൊടുത്തു എന്ന് പറഞ്ഞു. ഇതേ നഗരസഭ 3 ആഴ്ച മുമ്പ് ഒരു രാജു വാഴക്കാല കൊടുത്ത വിവരാവകാശ നിയമത്തിന്റെ അപേക്ഷയിൽ ഇതേ നഗരസഭയുടെ ഇൻഫർമേഷൻ ഓഫീസർ കൊടുത്തത് ഒറ്റ വീടില്ലാന്ന് 3 ആഴ്ച മുമ്പ്. എല്ലാ മാധ്യമങ്ങളിലും അത് വാർത്തയായിട്ട് വന്നു. ഒറ്റ ആ 119 വീടുകൾക്ക് കൊടുത്ത പണം ആര് കൊണ്ടുപോയി അന്വേഷിക്കണം. ഒറ്റ വീട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതും ഇവിടുത്തെ UDF നേതാക്കന്മാർ തട്ടിയിട്ടുണ്ട്. 1 കൊല്ലത്തെ വിവരാവകാശം 5 കൊല്ലത്തിനിടയിലാണ് ഇവർ പറയുന്നത്. 119 വീട് കൊടുത്തിട്ടുണ്ട്. ഈ 1 കൊല്ലത്തെ അപേക്ഷ കിട്ടാത്തത് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സംസ്ഥാന എന്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. അരുൺകുമാർ വെല്ലുവിളിക്കുന്നു. ഒരു വീടല്ല, ഓരോ വാർഡിലും വീട് കാണിച്ചു തരാം. ഈ 119 വീട് ഞാൻ കാണിച്ചു തരാം. വരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാൾ വിവരാശം കൊടുത്ത് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയെന്ന് ഈ ലൈഫ് പദ്ധതി പ്രകാരം നമുക്കറിയാം PMAY പദ്ധതിയുടെ ഒരു ഷെയർ അതിലുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഫണ്ട് വന്നില്ല എന്ന്. കേന്ദ്രത്തിന്റെ വിഹിതം കൃത്യമായിട്ട് ബഡ്ജറ്റ് കഴിയുമ്പോൾ തന്നെ ആ കേന്ദ്ര വിഹിതം സംസ്ഥാനത്തിനും തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾക്കും കൈമാറാറുണ്ട്. അപ്പൊ കേന്ദ്ര വിഹിതം വരാത്തത് കൊണ്ടാണ് അവിടെ പണി നടക്കാത്തതെന്ന് പറഞ്ഞാൽ അതിനെ അനുകൂലിക്കാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട് തൃക്കാക്കരയ്ക്ക് അത് വരുന്നില്ല എന്ന് പറഞ്ഞാൽ തൃക്കാക്കര കൗൺസിലിന്റെ അനാസ്ഥ തന്നെയാണ് അതിന് കാരണം. കഴിഞ്ഞ 5 വർഷമായിട്ട് UDF ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ട് തൃക്കാക്കര പോലെ ഒരു ജില്ലാ ആസ്ഥാനത്ത് ഞങ്ങൾക്ക് ഒരു നല്ല ബസ് സ്റ്റാൻഡ് ഇല്ല? എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് അടുത്ത 5 വർഷത്തേക്ക് ഞങ്ങൾ നിങ്ങളെ ഭരണം ഏൽപ്പിക്കേണ്ടത്? സർക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു. അല്ല, അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് അരുൺകുമാർ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ 10 വർഷക്കാലമായി ഇവിടെ 4 ലക്ഷം വീടുകൾ മാത്രമാണല്ലോ കൊടുത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചുവെന്ന്. അതിന്റെ അർത്ഥം എന്താ? KT ജലീൽ അല്ല പറയാന്നേ 4,70,000 ആയിക്കോട്ടെ. KT ജലീൽ 2018 ആണ്ട് ഓഗസ്റ്റ് മാസം 2-ാം തീയതി കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് UDF കാലത്ത്, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ഓമനപ്പേരും ഇടാതെ, ലൈഫ് എന്നോ ഒരു ഓമനപ്പേരും ഇടാതെ 4,32,000 വീട് കൊടുത്തിട്ടുണ്ട്. അല്ല, KT യുഡിഎഫിന്റെ കാലത്ത് കണക്ക് കാണിക്ക്. യുഡിഎഫിന്റെ 5 കൊല്ലം 2011 മുതൽ 2016 വരെ വെറും 4,500 താഴെ വീട്. അവിടെ 4,70,000.
പൊക്കി പിടിച്ചില്ലേ? എന്തിനാ നുണ ഞാൻ പറയണേ? പറയുന്നത് UDF പ്രതിനിധിയുടെ അദ്ദേഹം കാര്യം, ഉത്തരത്തെ ഈ പറ്റി ചോദ്യത്തിന് പറയുന്നത്. ഈ അല്ല, ഇത് ചോദിച്ചത് ഏതോ വാഴക്കാലയല്ല, രാജു വാഴക്കാലയാണ്. ഞങ്ങളുടെ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു വിവരാവകാശ പ്രവർത്തകനാണ്. വാക്കുകൾ നമ്മളെ ഒരാളെ അഭിസംബോധന ചെയ്യുമ്പോൾ കുറച്ച് ബഹുമാനത്തോടെ അല്ല അപ്പൊ KT ജലീലിന് വിശ്വാസമില്ലായിരുന്നു? അങ്ങേക്ക് വിശ്വാസമില്ലേ? എവിടെ? KT ജലീൽ ഒന്നാം പിണറായി ഗവൺമെന്റിലെ മന്ത്രിയാണ്. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ ഉത്തരവ് പറയുന്നത് വീട് 5 വർഷം കൊണ്ട് ആ UDF ഗവൺമെന്റ് തുടർന്ന് ഇരട്ടിയായി 8,60,000 എത്തുമായിരുന്നു. ഇതിലെ ഏറ്റവും വലിയ ഒരു സെൻട്രൽ ഷെയർ വന്നിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്നുള്ള പിണറായി വിജയൻ സർക്കാരിലുള്ള ഒരു മാറ്റമല്ല അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു സർക്കാരിന്റെ 70,000 അല്ല, ഒരു വീട് കൊച്ചി നഗരസഭയിൽ 1.5 ലക്ഷം രൂപയാണ് മാധു. കൊച്ചി നഗരസഭയിൽ 1.5 ലക്ഷം രൂപയാണ്. സംസ്ഥാന വീതം എത്രയാണ്? 50,000 രൂപ. കൊച്ചി നഗരസഭയിൽ മാത്രമാണോ ലൈഫ് വീടുകൾ ഉണ്ടാവുന്നത്? അല്ലല്ലോ, മറ്റെല്ലായിടത്തും അല്ലേ? എല്ലായിടത്തും ഉണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ അത് മാത്രം നന്നായിട്ട് അറിയാലോ. കാരണം ഒരു സർക്കാർ ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ ഭൂമിയുടെ വില, അവിടുത്തെ മെറ്റീരിയൽസിന്റെ വില, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഷെയർ കൊടുക്കുന്നത്. ഒരു ബീഹാർ മോഡൽ അതിനിടയ്ക്ക് നമ്മുടെ മുന്നിൽ വന്നിരുന്നു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. അവിടെ പക്ഷേ അവിടെ 2.5 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിൽ 70,000 രൂപ കമ്മീഷനാണ്. അവിടുത്തെ ബീഹാറിലെ ജനങ്ങൾ, ആ ബീഹാറിലെ ജനങ്ങൾ NDA സർക്കാരിനെ അംഗീകരിച്ചത് എന്തുകൊണ്ടാ മാധു? കാരണം അവിടെ വികസനം അംഗീകരിക്കപ്പെടും. ഡിസംബർ 13 ആവട്ടെ, നമ്മളുടെ മുമ്പിൽ ഡിസംബർ 13 ദിവസമുണ്ടല്ലോ. അംഗീകാരമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഇപ്പൊ ഇവിടുത്തെ എന്ത് ഭരണമാണ് നടത്തിയിട്ടുള്ളത്? നടത്തിയിരിക്കുന്നത് ബീഹാറിൽ വളരെ കൃത്യമായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളും വികസനവും ഉള്ളത് കൊണ്ടാണ് രണ്ടാമത് അവിടെ NDA സർക്കാർ നിലവിൽ വന്നിരിക്കുന്നത്. വീടില്ലാത്ത ജനങ്ങളുടെ കണക്ക് ബീഹാറും കേരളവും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യോ? റാഫി പാലാട്ട് ഇവിടെ 2020 പ്രതിനിധിയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തദ്ദേശത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഈ പറയുന്ന ബദൽ? ഞാൻ താമസിക്കുന്നത് ചെമ്പുമുക്കിലാണ്. ഞങ്ങൾക്ക് വെള്ളവുമില്ല, എന്താ പറയാ, കറണ്ട് കറക്റ്റ് വരുന്നില്ല. അങ്ങനെ കറണ്ട് കറക്റ്റ് മിക്കവാറും പവർ കട്ട് ഉണ്ട്. കാരണം അത് മെട്രോ വർക്ക് നടക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ ചേട്ടാ, ഈ തൊട്ടടുത്ത് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കണം നിങ്ങളുടെ പാർട്ടി. അവിടെ ഈ ലൈഫ് പദ്ധതി അറിയപ്പെടുന്ന എങ്ങനെയാണെന്ന് ചേട്ടൻ അറിയാമോ? ലൈഫ് പദ്ധതി കൊടുക്കുന്ന വീട് അവിടെ മുതലാളി പറയുന്ന വേറെ പേരിൽ അറിയാം. അതായത് ലൈഫ് പദ്ധതിയുടെ വീട് പുള്ളി പേര് മാറ്റി ഗോഡ്സ് വില്ല കൊടുക്കും. വീട് മുതലാളി കൊടുക്കുന്നില്ല. 1908 വീടാണ് അവിടെ തട്ടിപ്പ്. ഇവിടെ ഞങ്ങൾ ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് കറപ്ഷൻ ഇല്ലാത്തൊരു ഗവൺമെന്റ് ആണ്. മുനിസിപ്പാലിറ്റി എല്ലാ രീതിയിലും പൊതുസ്ഥലങ്ങളിൽ ശൗചാലയം, പിന്നെ അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ശൗചാലയം എവിടെ ചെയ്യണ്ടേ? ശരി, എവിടെയൊക്കെയുണ്ട്? ഞാൻ പറയാം. ഈ കളക്ടറേറ്റിന്റെ അവിടെ ഒരു മിനിറ്റ് പറയട്ടെ. ചോദ്യം ചോദിക്കൂ. ഇതെല്ലാം മനസ്സിലായില്ലേ? അയ്യോ, അങ്ങനെ തന്നെ എല്ലായിടത്തും. ഇവിടെ ഒരു മിനിറ്റ്, അരുൺകുമാർ സംസാരിച്ചില്ലേ? അപ്പൊ എല്ലാ രീതിയിലും നഗരസഭ മുൻപതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒറ്റ മിനിറ്റ്. സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഇൻഫോ പാർക്ക്, ഭരണസ്ഥിരാ കേന്ദ്രം, ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഏറ്റവും തിരക്കുള്ള ഒരു നഗര ഹൃദയമാണല്ലോ തൃക്കാക്കര. ഇവിടുത്തെ ആ ബസ് സ്റ്റാൻഡ്, ഒരു 50 മീറ്റർ മുമ്പ് അപ്പുറത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്താ? 10-60 വർഷക്കാലം ഇടതിനും വലതിനും UDF ആണ് ഏറ്റവും കൂടുതൽ ഭരിച്ചെങ്കിലും രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നടന്ന് ഭരിച്ചിട്ടുണ്ട് നമ്മുടെ കേന്ദ്രം. അന്നൊന്നും നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതി നരേന്ദ്രമോദി മാജിക് ഒന്നും നടത്തുന്നില്ലാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലല്ലോ, നിതീഷ് കുമാർ ഭരിക്കാൻ ആയിക്കോട്ടെ സുഹൃത്ത്, ഞാൻ ചോദിച്ചോട്ടെ. എന്റെ ചോദ്യം അതല്ല. ആയിക്കോട്ടെ. എയർപോർട്ടിൽ എന്തുകൊണ്ടാണ് ആയിക്കോട്ടെ, എന്നിട്ട് എന്തുകൊണ്ടാണ് ജനമെടുത്ത് തോട്ടിലെറിഞ്ഞത്? തൃക്കാക്കരയിലെ കാര്യം ചോദിക്കാനുള്ളത്. തൃക്കാക്കരയിൽ ഇവർ രണ്ടുപേരും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊക്കെ പറ്റിക്കുവാണ്. ഞാൻ ഇവിടുത്തെ നിവാസിയാണ്. ഈ തൃക്കാക്കര ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തൊട്ടടുത്ത് ജീവിക്കുന്ന ആളാണ്. ഈ മാലിന്യത്തിന്റെ കാര്യം പറഞ്ഞു. മൂക്ക് പൊത്തോട്ടി നടക്കാൻ പറ്റിയിട്ടില്ല. 10 വർഷം കൊണ്ടുണ്ടായതൊന്നുമല്ല.
10 വർഷം മുമ്പ് ഇവിടെ ഇടത് സർക്കാർ ഭരിച്ചിട്ടില്ലേ? അന്ന് ഇതേപോലെ മൂക്കുവത്തി തന്നെയല്ലേ നടന്നത്? എന്ത് മാജിക് ഉണ്ടായി? ഇവിടെ ബ്രഹ്മപുരത്ത് അവിടെ മാലിന്യം കത്തി, ആ അഴിമതിയുടെ കാര്യം, ആ കേസിന്റെ കാര്യം എന്തായി? എനിക്ക് പ്രിയമായിട്ട് ചോദിക്കാനുള്ളത്, അമൃത് പദ്ധതിയിലടക്കം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലേക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അദ്ദേഹം ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് SDM പദ്ധതിയും അമൃത് പദ്ധതിയുമാണ്. ഈ തൃക്കാക്കര ജനങ്ങളെ ചോദ്യം ചോദിച്ച ഉത്തരം കേൾക്കണം. അല്ല, ചോദ്യം ചോദിച്ച ഉത്തരം കേൾക്കാനുള്ള മനസ്സ് ഒറ്റ കാര്യം. ഒറ്റ മിനിറ്റ് ആരെയും ചോദ്യം ചോദിക്കാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 2ാം സ്ഥാനത്താ പട്ടിണിയുടെ കാര്യത്തിൽ. ഈ കേരളത്തിൽ പട്ടിണിയില്ല. നിയമസഭയെ കാണും ഭരണപക്ഷക്കാരോട് ഭരണപക്ഷക്കാർ ചോദ്യം ചോദിച്ചിട്ട് സർ പറയൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കണ്ടോട്ട് ചോദിച്ചാൽ ഇവിടെ ചർച്ചയാണ്. ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ബെന്നി ബെഹനാൻ MLA, ഇവിടുത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് അലി, ആ സമയത്ത് എന്തെങ്കിലും ചെയ്യുന്നവർ പറയട്ടെ. 2015 ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് BMBC നിലവാരത്തിൽ കേരളത്തിനകത്ത് ആദ്യമായിട്ട് റോഡ് പണിതത് തൃക്കാക്കര നഗരസഭയിലാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ തൃക്കാക്കര ചെയ്തിട്ടുണ്ട്. 2000 ഇവിടെ ME അസൈനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 50 സെന്റ് സ്ഥലം തൃക്കാക്കരയിൽ മാലിന്യ നിർമ്മാണത്തിന് വേണ്ടി പണം മേടിച്ച് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഈ ഗ്രൗണ്ട്, കമ്മ്യൂണിറ്റി ഹാള്, ഇവിടെയുള്ള സകല വികസന പ്രവർത്തനങ്ങളും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. കിൻഫ്രയുടെ ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ട്. നിങ്ങൾ പോയി കണ്ടിട്ടുണ്ട്? കിൻഫ്രയുടെ കൺവെൻഷൻ സെന്റർ വരാത്തെ മനസ്സിലായില്ലേ? ഇൻഫോ പാർക്കിന്റെ വികസനം ജോ ജോസഫിന് 2 ഉത്തരം. മാതൃഭൂമിയുടെ ഓൺലൈനാണ് കേട്ടോ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ജോ ജോസഫ്, മാധുവിന് വേണ്ടിയാണ് ഞാൻ ഉത്തരം പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ വായിക്കുമ്പോ മാധുവിനെ ഉമ്മൻചാണ്ടി സർക്കാർ 2011 മുതൽ 2016 വരെ 4.34 ലക്ഷം വീടുകളാണ് നിർമ്മിച്ച് നൽകിയതെന്ന് 2017 അന്നത്തെ തദ്ദേശ സ്വയംഭരണ സഭയിൽ നൽകിയ ഉത്തരത്തിൽ നിന്ന് വ്യക്തമാണ്. മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ്. അദ്ദേഹം പറഞ്ഞത് രണ്ട് കാര്യങ്ങളുള്ളത്. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടും രണ്ടുപേരും എപ്പോഴും ഈ കുടിശ്ശിക, ഈ നമ്പർ ഇത് വെച്ച് വലിയ തർക്കത്തിൽ വന്നിട്ടുണ്ട്. അതിവിടെ തർക്കിച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ഇവിടെ ഒരു വീടുണ്ടോന്നല്ലേ ചോദിച്ചോളൂ. ഒരു ഉത്തരം. അദ്ദേഹം വൻകിട പദ്ധതികൾ പറഞ്ഞത്, 1 കിൻഫ്രയും 2 കൊച്ചി മെട്രോയുമാ. യഥാർത്ഥ പിതാവ് കുറച്ച് സമയത്തേക്ക് മാറി നിന്ന് ഏതെങ്കിലും വളർത്തച്ഛൻ വന്ന് കുറച്ചു കാലം കൊച്ചിനെ നോക്കി പിതാവ് മാറുമോ? കിൻഫ്രയിലും കൊച്ചി മെട്രോയിലും കൊച്ചിയിലെ ഇൻഫോ പാർക്കിലടക്കം കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അടക്കം എന്തൊരു സംസ്ഥാന രാഷ്ട്രീയം, ബീഹാർ രാഷ്ട്രീയം വരെ ചർച്ചമായ ഒരു പഞ്ചായത്ത് അംഗമാണ് ഇവിടെ സമാപിക്കുന്നത്. എല്ലാ പാനലിസ്റ്റുകൾക്കും ഒപ്പം നാട്ടുകാർക്കും നന്ദി.